നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്, അതുകൊണ്ടാണ് ഇപ്പൊ വന്നത്. ഈ റൂമിലേക്ക് ആർക്കും എപ്പോ വേണമെങ്കിലും വരാം, പോവാം. സോറി, ഇപ്പൊ ഇത് എന്റെ റൂം പോലും അല്ലല്ലോ. ഞാനൊരു സെറ്റിൽ കൊതുകടി ഉണ്ടല്ലേ താമസമൊക്കെ. നിങ്ങൾ ഈ റൂമിൽ നിന്ന് പോയതും വെളിയിൽ കിടന്നുറങ്ങിയത് ഞാൻ കാരണമല്ല. ഞാൻ നിങ്ങളെ ഇറക്കി വിട്ടതല്ലോ, ആണോ? രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴുള്ള പെരുമാറ്റം കണ്ടപ്പോ എന്നോടുള്ള നീരസം മാറിയെന്നാ കരുതിയത്. ഇവിടെ വന്നപ്പോ ഒട്ടും മാറിയിട്ടില്ലെന്ന് ബോധ്യമായി. അതെങ്ങനെ മാറും? രാവിലെ വയറ് നിറയെ ഫുഡ് തന്നെന്ന് കരുതി നീ ചെയ്ത തെറ്റല്ലാതാവോ? അല്ല, നീ എന്തിനാ എന്റെ കൈ തുടയ്ക്കാൻ സാരിയുടെ മുന്താണി തന്നത്? ആന്റിയാണ് ടവൽ എടുത്ത് ഒളിപ്പിച്ചു വെച്ചത്. ഞാൻ നിങ്ങൾക്ക് സാരി തലപ്പ് കൈ തുടയ്ക്കാൻ തരണമെന്ന് ആന്റി ആഗ്രഹിച്ചു. ആന്റിയെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാ ഞാൻ മുന്താണി തന്നത്. ഞാൻ തന്നുടനെ നിങ്ങളെന്തിനാ അത് വാങ്ങി കൈ തുടച്ചത്? വേണ്ടാന്ന് പറഞ്ഞു പോവാൻ പാടില്ലായിരുന്നോ? നമുക്കിടയിൽ സ്നേഹമില്ലെന്ന് തോന്നിയാ പാറു വിഷമിക്കില്ലോ എന്ന് ഓർത്താ ഞാൻ അങ്ങനെ ചെയ്തത്. നിങ്ങൾ നിങ്ങളുടെ അമ്മമാരെയും സഹോദരങ്ങളെയും സ്നേഹിക്കുന്നത് പോലെ ഞാൻ എന്റെ അമ്മയും അനിയനെയും സ്നേഹിക്കുന്നുണ്ട്. സ്നേഹിച്ചോ? അനെന്താ വിരോധം? അതല്ല, അവരെ എന്നാ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്? അല്ല, മനസ്സിലായില്ല, എന്താ പറഞ്ഞേ? പാർവതി എന്റെ ഒന്നും പറഞ്ഞില്ലേ? ഇല്ല. താൻ വ്യക്തമായിട്ട് കാര്യം പറ. എനിക്ക് ഓഫീസിൽ പോയിട്ട് ഒരുപാട് ജോലിയുള്ളതാ. അതെ, ഇവിടെയുള്ളവരും വെറുതെ ഇരിക്കല്ല. ആണെന്ന് ഞാൻ പറഞ്ഞോ? ശരി, നിങ്ങളുടെ സമയം ഞാൻ കളയുന്നില്ല. കാര്യം പറയാം. എന്റെ അമ്മയും സഹോദരനെയും ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കാമെന്ന് പാർവതി ആന്റി വാക്ക് തന്നിട്ടാ ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചത്. അവരെ നോക്കാനുള്ള ഉത്തരവാദിത്വം എനിക്കുണ്ട്. അതുകൊണ്ടാ ഞാൻ ആദ്യം നമ്മുടെ വിവാഹത്തിന് സമ്മതിക്കാതിരുന്നത്. അതിന് പരിഹാരം കാണാമെന്നും പാർവതി ആന്റി പറഞ്ഞിരുന്നു. അതുകൂടി പരിഗണിച്ച ഞാൻ മണ്ഡപത്തിൽ കയറിയത്. ഞാൻ വിവാഹം കഴിക്കുന്ന പെൺകുട്ടിക്ക് സ്വന്തമായവരെ ഞാൻ പൊന്നുപോലെ നോക്കും. ഓഹോ, അപ്പോ എന്നോട് ഒരു തരത്തിലും സ്നേഹം തോന്നിയിട്ടില്ല. സ്വന്തം കുടുംബത്തെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇവൾ ഈ കല്യാണത്തിന് സമ്മതിച്ചത്. എന്നിട്ടും ഇവളെന്നെ ശിവാനിക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറായി. പിന്നെ എന്ത് ആത്മാർത്ഥത ഇവർക്കുള്ളത്? ഞാൻ എന്റെ വീട്ടുകാരെ സംരക്ഷിക്കുന്ന കാര്യം പറഞ്ഞപ്പോ തന്നെ മുഖം മാറിയല്ലോ. ഈ കാര്യത്തിൽ നമ്മുടെ കല്യാണത്തിന് മുൻപ് തന്നെ സാർ എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്, ഓർക്കുന്നില്ലേ? അതോ അന്ന് പറഞ്ഞതൊക്കെ ആദർശം പറഞ്ഞുള്ള വെറും വാചകോടിയായിരുന്നോ? തൽക്കാലം എനിക്ക് കുറച്ച് തിരക്കുകളുണ്ട്, നമുക്ക് ഈ കാര്യം പിന്നീട് ഡിസ്കസ് ചെയ്യാം. സാർ നിക്ക്. സാർ, ഈ കാര്യം പിന്നെ സംസാരിച്ച പോരാ. എന്റെ അമ്മയും അനിയനെയും ഉടനെ ആ വീട്ടിൽ നിന്ന് രക്ഷിക്കണം. ശിവാനി ഒളിച്ചോടിയതിന്റെ ദേഷ്യത്തില് അമ്മായി എന്റെ അമ്മയെ കൊല്ലാക്കൊല ചെയ്യും. നീ വലിയ ഉണ്ണിയാർച്ചയല്ലേ, ഉറുമി വീശി നീ നിന്റെ അമ്മായി അങ്ങ് തറപറ്റിക്കേ. സർ, തമാശ വേണ്ട. പാർവതി ആന്റി ഇതൊക്കെ സാറിനോട് നേരത്തെ സംസാരിച്ചിട്ടുണ്ടാവുമെന്നാ ഞാൻ വിചാരിച്ചത്. ഇല്ലെങ്കിൽ കല്യാണത്തിന് മുൻപ് ഞാൻ തന്നെ പറയുമായിരുന്നു. ഞാൻ അറിയാതാണ് പാറു നിന്റെ വീട്ടുകാരെ ഇങ്ങോട്ട് കൊണ്ടുവരാമെന്ന് വാക്ക് തന്നത്. അതിന് ഞാനെന്ത് പഴച്ചു? എനിക്ക് പോയിട്ട് ഒരുപാട് ജോലിയുള്ളതാ. അപ്പൊ ഞാൻ കൊടുത്ത വാക്കിന് നീ ഒരു വിലയും കൽപ്പിക്കുന്നില്ലേ? അയ്യോ, പാറു കേട്ടോ? കേട്ടു. നിന്നെ കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നും അല്ല വിചാരിച്ചിരുന്നത്. അതല്ല പാറു, ഞാൻ ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ചാ. നീ കൂടുതലൊന്നും ഉദ്ദേശിക്കണ്ട. ഉടനെ തന്നെ നിധിയുടെ വീട്ടിൽ പോയി ചന്ദ്രികയും നിഖിലിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നാ മതി. പാറു എന്തൊക്കെയാ പറയുന്നേ? അവർ ഈ വീട്ടിൽ താമസിപ്പിക്കാൻ അമ്മ ഒരിക്കലും സമ്മതിക്കില്ല. ഇവളെ അമ്മയ്ക്ക് പണ്ടേ ഇഷ്ടമല്ല. ആ സ്ഥിതിക്ക് ഈ കാര്യം എങ്ങനെ അമ്മയോട് പറയും? എന്റെ അമ്മായിയമ്മ ഈ നിൽക്കുന്ന പാർവതി ആന്റിയാ. വസുന്ധരാന്റിയുടെ ഇഷ്ടാനിഷ്ടമൊന്നും ഈ കാര്യത്തിൽ എനിക്ക് പ്രശ്നമല്ല. ഈ വീട്ടിൽ ജീവിക്കുന്ന എല്ലാവരുടെയും കാര്യത്തിലും അമ്മ ഇടപെടും. അതിനുള്ള അവകാശം അമ്മയ്ക്കുണ്ട്. അപ്പോ ഈ വീട്ടിലെ മരുമകളായി എനിക്ക് ഒരു അവകാശം ഇല്ലെന്നാണോ? കൂടുതൽ സംസാരമൊന്നും വേണ്ട ഗൗതം.
ഞാൻ ഇവൾക്ക് കൊടുത്ത വാക്ക് പാലിക്കേണ്ടത് മകൻ എന്ന നിലയിൽ നിന്റെ കടമയാ. ചന്ദ്രികയും നിഖിലിനെയും ഇവിടേക്ക് എന്ന് കൂട്ടിക്കൊണ്ടു വരാൻ പറ്റും? എനിക്കത് മാത്രം അറിഞ്ഞാ മതി. നീ മറുപടി പറ. ചന്ദ്രകാന്റിയും നിഖിലും ഇവിടെ വന്ന് താമസിക്കുന്നത് എനിക്കും സന്തോഷമുള്ള കാര്യമാണ്. ഇതേക്കുറിച്ച് ഞാൻ അമ്മയോട് സംസാരിക്കാം. ഞാനിന്ന് അമ്മയുടെ ഓഫീസിലും പോകുന്നുണ്ട്. ഓഫീസിൽ വെച്ച് ഇത്ര സംസാരമൊന്നും വേണ്ട. വൈകുന്നേരം ഇവിടെ വന്നിട്ട് സംസാരിച്ചാൽ മതി. ഞാനും നിന്റെ കൂടെ വന്ന് വസുവിനോട് സംസാരിക്കാം. ആ അതാ നല്ലത്. ഞാനും വരാം. നമ്മൾ 3 പേരും കൂടി സംസാരിച്ച വസുന്ധര ആന്റി തീർച്ചയായിട്ടും സമ്മതിക്കും. നീയോ? ആ അതെ, ഞാനാവുമ്പോ ഓരോ പോയിന്റും കൃത്യമായിട്ട് പറഞ്ഞ് സംസാരിക്കും. ഓ എന്റെ പൊന്നോ, ഞങ്ങൾ എങ്ങനെയെങ്കിലും സംസാരിച്ച് അമ്മയെ സെറ്റാക്കിക്കോളാം. താൻ ദയവ് ചെയ്ത് അതിൽ തലയിടരുത്. ഹാ, ഞാൻ സംസാരിച്ചാൽ എന്താ കുഴപ്പം? ഇത് എന്റെ വീട്ടുകാരുടെ കാര്യല്ലേ? ഞാനല്ലേ മുൻകൈ എടുക്കേണ്ടത്? നീ വായ തോന്നാൻ ഒരു കാലത്തും അമ്മ സമ്മതിക്കില്ല. പക്ഷേ നിങ്ങൾ സംസാരിക്കുന്നത് എന്താന്ന് എനിക്ക് കേൾക്കണം. വസു പറഞ്ഞത് വള്ളി പുള്ളി തെറ്റാതെ ഞാൻ നിന്നോട് പറഞ്ഞാ പോരെ? അതിലും നല്ലത് ഞാൻ നേരിട്ട് കേൾക്കുന്നതല്ലേ? എങ്കിൽ നീ നേരിട്ട് തന്നെ ശരിക്കും കേക്കും. നീ പോയിട്ട് വാ ഗൗതം. ബാക്കി നമുക്ക് വൈകിട്ട് തീരുമാനിക്കാം. ശരി പാറ. ബൈ. ബൈ. സൂക്ഷിച്ചു പോണം. ഹലോ ഹലോ അമ്മേ, എടി മൂദേവി, എന്നെ വിളിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നടി? ശിവാനി കരയല്ലേ, ധൈര്യമായിട്ട്. നീ എവിടെയാ? നീ ചതിച്ച നാണക്കേട് കാരണം എനിക്കും നിന്റെ അച്ഛനും പുറത്തിറങ്ങാൻ വയ്യാണ്ടായി. അമ്മയുടെ മോളല്ലേ ഞാൻ. അമ്മ ചതിക്കൊന്നും തോന്നുന്നുണ്ടോ? നീ കാണിച്ചത് ചതിയല്ലെങ്കിൽ പിന്നെ എന്താടി? നിന്റെ ബുദ്ധിമോശം കാരണം നിധി ഗൗതമിന്റെ ഭാര്യയായി. ഞാൻ എത്ര ശ്രമിച്ചിട്ടും അത് മുടക്കാൻ പറ്റിയില്ല. എല്ലാവരും, നിന്റെ അച്ഛനടക്കം എല്ലാവരും ചേർന്ന് ആ കല്യാണവും നടത്തി സദ്യ ഉണ്ട് ഏമ്പക്കവും വിട്ടു. ഞാൻ മാത്രം അത് തടയാൻ ശ്രമിച്ചത്. അമ്മ വിചാരിച്ചാലും ആ കല്യാണം തടയാൻ പറ്റില്ലായിരുന്നു. വിവാഹത്തിന് മുൻപ് തന്നെ നിധി എല്ലാ കാര്യങ്ങളും ഗൗതമിനോട് പറഞ്ഞിരുന്നു. അതെല്ലാം മറച്ചുവെച്ച് നമ്മളെ 2 പേരെയും അറസ്റ്റ് ചെയ്യിപ്പിക്കാനായിരുന്നു അവരുടെ പ്ലാൻ. കൃത്യസമയത്ത് നമുക്കെതിരെ സാക്ഷി പറയാൻ ആ ജോൾസിനെ വരുത്തിയത് പോലും നിധിയാ. ആ അങ്ങനെ വരട്ടെ. മണ്ഡപത്തിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാക്കാനായിരുന്നു അവളുടെ പദ്ധതി അല്ലേ? അതേമ്മേ, ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ ഒരു ചാൻസ് കിട്ടി. അതും ഹിന്ദി സിനിമയില്. ഞാനിപ്പോ മുംബൈയിലാ. ആ നീ സിനിമയിൽ അഭിനയിക്കാൻ പോയതാണെന്ന് നിധി പോലീസിനോട് പറഞ്ഞായിരുന്നു. അമ്മ, അവൾ അതുമല്ല അതിനപ്പുറവും പറയും. 100 പവൻ മോഷ്ടിച്ച കുറ്റത്തിന് എന്നെ അറസ്റ്റ് ചെയ്യിക്കാനാ അവളുടെ പ്ലാൻ. പക്ഷെ മോളെ, നീ അമലെന്ന വൃത്തികെട്ടവൻ, അവനും നീയും കൂടി സംസാരിക്കുന്ന വീഡിയോ ഗൗതമിന്റെ കൂട്ടുകാരനും ഭാര്യയും കാണിച്ചായിരുന്നല്ലോ. അതില് നീയും ആ ചെറുക്കനും എല്ലാം കൃത്യമായി പറയുന്നുണ്ടല്ലോ. അത് അമ്മേ, അത് ഒറിജിനൽ അല്ല. ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലൂടെ അവരുണ്ടാക്കിയതാ. ആ വന്നത് നിധിയുടെ ഏജന്റുകളാ. ആ പെങ്കൊച്ച് നിധിയെ അറിയാന്ന് പറഞ്ഞിരുന്നു. ഗൂഢാലോചന നടന്നു അതിന്ന് തന്നെ വ്യക്തമല്ലേ അമ്മേ? എന്തായാലും എനിക്ക് പ്രധാനം നിന്റെ ജീവിതം. പോലീസ് അറസ്റ്റ് ചെയ്യുമെങ്കിൽ നീ ഉടനെ ഇങ്ങോട്ട് വരണ്ട മോളെ. നിന്നെ അന്വേഷിച്ച് മുംബൈയിലും പോലീസ് എത്തുമെന്നായി ഇപ്പൊ എന്റെ പേടി. തലയണ മന്ത്രം കൊണ്ട് നിധി ഗൗതമനെ എനിക്കെതിരെ തിരിച്ചിരിക്കുക. പോലീസ് ഇവിടെയും വരുമെന്ന് എനിക്കും പേടിയുണ്ട്. നിന്നെ ചതിച്ച നിധിയെ ഞാനൊരു പാഠം പഠിപ്പിക്കും. ചന്ദ്രികയും നിഖിലിനെയും കൊണ്ട് ഞാനിവിടെ അടിമപ്പണി എടുപ്പിക്കും. നിഖിലിന്റെ പഠിത്തം ഞാൻ നിർത്തിക്കും. അത് വേണം.
അവരെ അമ്മ വെറുതെ വിടരുത്. ഉം. അമ്മേ, എനിക്ക് എല്ലാ ദിവസവും ഷൂട്ടുണ്ട്. അതുകൊണ്ട് അമ്മ ഇങ്ങോട്ട് വിളിക്കണ്ട. ഫ്രീ ആവുമ്പോ ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. ശരി മോളെ. പിന്നെ എന്നും വിളിക്കണം കേട്ടോ. ശരി.